നമസ്കാരം, ഞാൻ ജെറി. മല്ലൂരിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാനാണെങ്കിൽ എങ്ങനെ ഈ ഒരു കിഡ്സ് ഹാമർ അല്ലെങ്കിൽ ഒരു മാലറ്റ് ഉണ്ടാക്കിയത് കാണിച്ചിട്ടാണ്. ഞാനിത് ഉണ്ടാക്കിയ മെയിൻ കാരണം എനിക്ക് ഓരോ കാര്യങ്ങൾ ചിസിൽ ചെയ്യുമ്പോൾ അതിൻ്റെ തടിക്കാനാണ്. തടിയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഇതിൻ്റെ പ്രഷർ എക്സെപ്റ്റ് ചെയ്തില്ല. സോ അതുകൊണ്ടാണ് ഒരു DIY ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. ഇതിനകത്തുള്ള ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ആയിട്ട് ഒരു മോട്ടോഴ്സ് ആൻഡ് 10 ജോയിൻ. ഇപ്പോൾ ഈ ഒരു ജോയിൻ്റൊക്കെ അതാണ് പറയുന്നത്, ഇങ്ങനെ ഫിറ്റിങ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാനാണ്. ഒരു ഫുൾ ത്രൂ ജോയിൻ്റ് അല്ല, അതായത് ഈ ഹാൻഡിൽ ഇവിടെ അറ്റത്ത് വന്നിട്ടില്ല. അങ്ങനെ ഡിസൈനിലും ആൾക്കാർ മാലറ്റ്സ് ഉണ്ടാക്കും. അതില്ല, പക്ഷേ ഇതിൻ്റെ ബേസിക് ലേ ഔട്ട്സ് മാർക്ക് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ഇതിനെ നമ്മൾ അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ടെക്നിക്സ് ആണ് കാണിച്ചിരുന്നത്. മിനിമം ടൂൾസായിട്ട് ഒരു ക്ലാമ്പിൻ്റെ ആവശ്യമുണ്ട്. ക്ലാമ്പ് അല്ലെങ്കിൽ ഒരു വൈസ് ആയാലും മതി. അതായത് നമ്മുടെ വർക്ക് പീസിനെ നമ്മൾ ചിസിൽ ഔട്ട് ചെയ്യുമ്പോൾ സ്റ്റേഡി ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു രീതി. എന്നിട്ട് പിന്നെ മാർക്ക് ഔട്ട് ചെയ്യാൻ ഒരു റൂളറും പെൻസിലും. പിന്നെ ചിസിൽ 1 2 എണ്ണോ ആണെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് വിഡ്സ് ഉണ്ടെങ്കിൽ ഒന്നും എളുപ്പമായിരിക്കും. ഒരെണ്ണം മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നാരോ ഷട്ടറിൻ്റെ ചിസിൽ കൊണ്ട് ചെയ്താൽ ഇതിൻ്റെ സൈഡ് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ളൊരു ഹാൻഡിൽ അല്ലെങ്കിൽ അതിനെ എളുപ്പത്തിൽ ചിസിൽ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സാൻഡ് പേപ്പർ ഞാൻ 120 ഉപയോഗിച്ചാണ് ഇതിനെ ഫൈനൽ സാൻഡ് ഡൗൺ ചെയ്തേക്കുന്നത്. ചിസിൽ ഷാർപ്പൻ ചെയ്യാൻ ഞാനാണെങ്കിൽ ഈ ഷാർപ്പനിങ് സ്റ്റോൺ ഉപയോഗിച്ചു. പക്ഷേ ഇതില്ലാത്തവർക്കാണെങ്കിൽ ഒരു ഹയർ ഗ്രിറ്റ്, ഒരു 400 500 ഗ്രിറ്റുള്ള സാൻഡ് പേപ്പർ ആണെങ്കിൽ അതേ കാര്യം നടക്കും. ചിസിൽ ഷാർപ്പൻ ചെയ്യുന്നത് ഒന്നും നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടിയാണ്. സോ നിങ്ങളൊരു കൊച്ചു DIY പ്രോജക്റ്റിൽ ചിസിൽ നമ്മൾ ഷാർപ്പൻ ചെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്തെങ്കിലും വലിയ വ്യത്യാസം വരത്തില്ല. കോർണേഴ്സ് റൗണ്ട് ഓവർ ഞാനൊരു ബ്ലോക്ക് പ്ലെയിൻ ഉപയോഗിച്ച്. ഇതിൻ്റെ ആവശ്യവുമില്ല. ഒരു സാൻഡ് പേപ്പർ കൊണ്ട് ഇതുപോലെ തന്നെ ഇച്ചിരി കൂടെ സമയം എടുത്ത് നമ്മുടെ ഈ കോർണേഴ്സ് റൗണ്ട് ഓവർ ചെയ്യാനുള്ളത്. സോ ഈ ഷാർപ്പനിങ് സ്റ്റോണും ഈ ബ്ലോക്ക് പ്ലെയിനും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അത്രയേ ഉള്ളൂ. അത് ഞാൻ ഫിനിഷായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മിനറൽ ഓയിലും ബേസ് വാക്സും 50-50 ഉള്ള റേഷ്യോയിൽ മിക്സ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതും കൊണ്ടാകുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കി അതിനെ ഒന്ന് സീൽ ചെയ്യും. വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ വീണാലും തടി കെടാത്തില്ല. സോ അത്രേ ഉള്ളത്. ഞാൻ ഇവിടേക്കകത്ത് ത്രൂ ഔട്ട് വോയിസ് ഓവർ തരുന്നില്ല. ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് താഴെ ക്യാപ്ഷനായിട്ട് ഓരോന്ന് ബേസിക്കായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ബിൽഡാണ്. അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.